കണ്ണൂർ ജില്ലയിൽ CPM സംഘർഷമുണ്ടാക്കുന്നുവെന്ന് BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസ്. മതതീവ്രവാദ സംഘടനകൾക്കായി ഹൈന്ദവരുടെ ഭക്തിപരമായ ചടങ്ങുകൾ തടസ്സപ്പെടുത്തുകയാണെന്നും ഇതിനെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും N. ഹരിദാസ് പറഞ്ഞു. കണ്ണൂർ മാരാർജി ഭവനിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ നാടായ പെരളശ്ശേരിയിലും കണ്ണപുരത്തും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നതിനിടെയാണ് BJP പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടതെന്നും ഹരിദാസ് പറഞ്ഞു. കഴിഞ്ഞ 6 വർഷമായിട്ടൊരു സംഘർഷവുമില്ലാത്ത ചെറിയ ചെറിയ ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് മാത്രം സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുള്ള കണ്ണൂർ വലിയ സമാധാനപരമായ ഒരു അന്തരീക്ഷം. പക്ഷേ ശ്രീകൃഷ്ണ ജയന്തിയുടെ തലേന്ന് മുതൽ മാർക്സിസ്റ്റ് പാർട്ടികളെ നിരവധി ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. അവർക്കുടെ വോട്ട് ചോർച്ചയെ പറ്റി അവർ ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി ഗ്രാമങ്ങളിൽ ഭക്തി നിർഭരമായ ഒരു പരിപാടി നടത്താൻ അനുവദിക്കില്ല. ഹൈന്ദവ സംഘടനകൾ നടത്തുന്ന ഏത് പരിപാടി ആയിക്കോട്ടെ അതിന് ഞങ്ങളുടെ മണ്ണിൽ അനുവദിക്കില്ല എന്ന് CPM നേതാക്കന്മാരുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് വിവിധ സ്ഥലങ്ങളിൽ, ഒരു സ്ഥലത്താണ് നമുക്ക് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാം, പക്ഷെ വിവിധ സ്ഥലങ്ങളിലാണ് ഇങ്ങനെ അനുഭവം ഉണ്ടാകുന്നത്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ നാട്ടിൽ സംഭവം ഉണ്ടായിട്ട് പാർട്ടി തള്ളി പറഞ്ഞിട്ടില്ല, പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുപോയി ഹാജരാക്കിയിട്ടില്ല. പോലീസിന്റെ കൺമുമ്പിലൂടെ പ്രതികൾ സഞ്ചരിക്കുകയാണ്. അതിനുശേഷമാണ് കല്യാശ്ശേരി ഉണ്ടാകുന്നത്. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഒരേ രീതിയിലുള്ള അക്രമമാണ് നടന്നത്. ശോഭായാത്രയ്ക്ക് ഏറിവരുന്ന ജനപിന്തുണയിലും സ്വീകാര്യതയിലും വിരളി പൂണ്ടാണ് അക്രമം നടത്തുന്നത്. കണ്ണപുരം പോലീസ് സ്റ്റേഷൻ CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസായി പ്രവർത്തിക്കുകയാണ്. കണ്ണവത്തും ഇത് തന്നെയാണ് അവസ്ഥ. SP-യോട് പരാതി പറഞ്ഞാൽ നോക്കാമെന്നാണ് പറയുന്നത്. ഇതിനർത്ഥം നോക്കി നിൽക്കാമെന്നാണോ ഉദ്ദേശിക്കുന്നതെന്ന് ഹരിദാസ് ചോദിച്ചു. ഇതിനെ ഈ ഘോഷയാത്രയെ, ശോഭായാത്രയെ, ഭക്തി നിർഭരമായ യാത്രയെ അലങ്കോലപ്പെടുത്താൻ, സംഘർഷമുണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമമുണ്ടായി. ഞങ്ങൾ പോലീസിന് ശ്രദ്ധയപ്പെടുത്തി. പോലീസ് അന്നും SP ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങളിത് പോലീസിനോട് പറഞ്ഞപ്പോ പോലീസ് നോക്കാം, SP-യോട് സംസാരിച്ച് പിടിക്കാം. ജില്ലാ ഭാരവാഹികളായ TC മനോജ്, UT ജയന്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.